ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് തംബ്നെയിലിൽ കണ്ട പോലെ ഡക്കിൻ്റെ അമിഗുറുമി പ്ലഷി ആട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ മാജിക് റിങ് ഉണ്ടാക്കണം. അപ്പോൾ മാജിക് റിങ് ഉണ്ടാക്കി ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്ന. മാജിക് റിങ് ഇങ്ങനെ പിടിച്ചിട്ട് കമത്തിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഹുക്ക് 4mm ആട്ടോ. പിന്നെ യാണ് നോർമൽ ഷെനിലിയാണാണ്, ബൾക്കി ഷെനിലിയാണ്. അപ്പോൾ മാജിക് റിങ്ങിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചു ട്വിസ്റ്റ് ചെയ്തു. ഇനി ഒരു ചെയിൻ ഇടാം ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ 8 സിംഗിൾ ക്രോഷ്യ ഈ മാജിക് റിങ്ങിലേക്ക് കൊടുക്കണം കേട്ടോ. 1 2 3 4 5 6 7 8. ലാസ്റ്റ് വൺ കേട്ടോ. കണ്ടോ, 8 സിംഗിൾ ക്രോഷ്യ ഇതിൽ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ അറ്റം നമുക്കിങ്ങ് വലിച്ചെടുക്കാം. വലിച്ച് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, പതുക്കൊന്ന് വലിക്കുമ്പോഴത്തേനും തന്നെ അത് ക്ലോസ് ആയി വരും. ചെറിയൊരു ഹോളും കൂടി ഉണ്ട്. ഇത് ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്ന്, ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് നോർമൽ ആണെങ്കിലും ചെയ്യാം കേട്ടോ. നോർമൽ ഷോപ്പിലിടുന്ന 30 രൂപയുടെയൊക്കെ ആണില്ലേ, അതിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഹുക്കിൻ്റെ സൈസ് ചെറുതാക്കുക. ചെറിയ യാണാണെങ്കിൽ 2.5mm ഹുക്ക് എടുക്കുക. പിന്നെ സൈസ് കുറയും കേട്ടോ. ഇപ്പോൾ ഈ ചെയ്യുന്ന സാധനത്തിന് കുഞ്ഞിതായിരിക്കും നമുക്ക് ചെയ്തു വരുമ്പോൾ. ഇതിപ്പോൾ ഇത്രയും കട്ടിയുള്ള യാണായതുകൊണ്ട് അത്യാവശ്യം സൈസിന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഒരു ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതാ ഇവിടെ ഫസ്റ്റ് ഷെനിലിയാണിൽ വർക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം ഇത് വെക്കുക എന്നുള്ളതാട്ടോ. സ്റ്റിച്ച് മാർക്കർ വെക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത റോല് നമ്മൾ ഇൻക്രീസ് കൊടുക്കണം. ഓരോന്നിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് കൊടുക്കുക ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലും. ഓക്കെ, ഞാനെടുത്ത ഹുക്ക് അല്പം ചെറുതാണ്. ഞാൻ അടുത്ത സൈസ് ഹുക്ക് എടുക്കാം കേട്ടോ. ഇതപ്പോൾ കണ്ടോ, ഞാനിത് 5mm ഹുക്കിലേക്ക് മാറ്റി. കാരണം എനിക്കിത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമ്മളിനി ഇതിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലേക്കും 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. 1 2. അടുത്ത സ്റ്റിച്ച് ഇവിടെ 1 വീണ്ടും അതേ ഇതിലേക്ക് തന്നെ രണ്ടാമത്തെ കേട്ടോ. ഇനി അടുത്തത് ഇവിടെയാണ്, അതിൻ്റെ അടിയിലേക്ക് 2 1 2. ഇതാ ഇനി അടുത്ത സ്റ്റിച്ച് ഇത്, അതിൻ്റെ അടിയിലേക്ക് 1 2. ഇനി ഇവിടെ അടുത്ത സ്റ്റിച്ച്, ഇതിൻ്റെ ഇടയിലേക്ക് 1 2 1 പിന്നെ 2. കണ്ടോ, ഇനി നോക്കൂ, രണ്ട് സ്റ്റിച്ചും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ അടിയിലേക്ക് 2 അല്ല 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെ അടിയിലേക്കും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് കൊടുക്കാം. 1 2. ഇനി ഇവിടെയും കൂടി കൊടുത്താൽ ഈ റോ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ ഇങ്ങനെ വലിച്ചെടുക്കാം. ഒരു സ്റ്റിച്ചും കൂടി ഉള്ളൂ. കണ്ടോ, ഒരു സ്റ്റിച്ചും കൂടി ഉള്ളൂ ഇവിടെ. ഇതിൽ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. 1 2. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയി. എല്ലാത്തിലും നമ്മൾ ഇൻക്രീസ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്താ സ്റ്റിച്ച് മാർക്കർ ഇവിടേക്ക് കയറ്റി വെച്ചു കേട്ടോ. ഇനി അടുത്ത റോയിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇവിടെ ഇൻക്രീസ് 1 2. പിന്നെ വീണ്ടും 1 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ് 1 2. കണ്ടോ, ഈ ഹുക്ക് മാറ്റിയപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആണ് സൈസിന് ഹുക്ക് എടുക്കണേ. ഇനി അടുത്തതിൽ ഇപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്ത് ഇവിടെ ഒരെണ്ണം. ഇനി അടുത്തതിൽ 2 എണ്ണം 1 2. ഇവിടെ ഒരെണ്ണം, അടുത്തതിൽ 2 എണ്ണം 1 2. അങ്ങനെ ഈ റോ ഇവിടെ ആട്ടോ സ്റ്റാർട്ട് ചെയ്തേ. കണ്ടോ, ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടം വരെ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടോ, ഈ റോ കംപ്ലീറ്റ് ആയി. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചേട്ടോ. ഇനി ഇവിടെ വയ്ക്കാം.
ഇനി അടുത്ത റൗണ്ടിൽ വരുന്നത് 3 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തേ, പിന്നെ ഒരു ഇൻക്രീസും, ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഇൻക്രീസ് കേട്ടോ ഈ റോയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് കാണിച്ചു തരാം. 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു, 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി വീണ്ടും ഇതാണ് അടുത്ത സ്റ്റിച്ച്. ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു, പിന്നെ ഇൻക്രീസ് 1, പിന്നെ 2 സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 2 എണ്ണം കൊടുത്തു. അപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബോഡിയാണ് അടിയിൽ നിന്നാണ് ചെയ്ത് പോണത് കേട്ടോ മുകളിലോട്ട്. ഇപ്പോൾ നോക്കിക്കേ, ഈ റോ കംപ്ലീറ്റ് ചെയ്തു ഞാൻ കണ്ടോ. ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ, ഒരു റോ തന്നെ ഇത്രയും വണ്ണമുണ്ട്. കാരണം ഈ ആണ് അത്യാവശ്യം കട്ടിയുള്ള ആയതുകൊണ്ട്. ഇനി ഇവിടെ സ്റ്റിച്ച് മാർക്കർ ഊരി ഇവിടെ വയ്ക്കാം എല്ലാ സ്ഥലത്തും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ നൂല് വെച്ചാലും മതി കേട്ടോ. സ്റ്റിച്ച് മാർക്കർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്ത റോയിൽ 4 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ് കേട്ടോ. അപ്പം 1, 2, 3, 4 പിന്നെ ഇൻക്രീസ് 1, 2 ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം 1, 2. ഈ അമിഗുറുമി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ സിംഗിൾ ക്രോഷ്യ മാത്രമേ പഠിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പഠിച്ചിട്ട് എൻ്റെ സ്റ്റിച്ചുകളുടെ ട്യൂട്ടോറിയൽ ചാനലുണ്ട്, അതിൽ നോക്കി സിംഗിൾ ക്രോഷ്യ പഠിച്ചാൽ തന്നെ ഈ അമിഗുറുമി സുഖമായിട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വളരെ അമിഗുറുമിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒന്നാട്ടോ ഇത്, ഡക്ക്. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 4 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ് കണ്ടോ. അപ്പോൾ ഈ റോ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. റോ നമ്പർ 5 ആണ്. 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഒരു ഇൻക്രീസ് കൊടുത്തു. ഇനി 6, 7, 8, 9, 10 നമുക്ക് ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാട്ടോ. അപ്പോൾ ഇനി 5 റോയിൽ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, കണ്ടിന്യൂസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം. എന്നിട്ട് അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ 10th റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇവിടേക്ക് മാറ്റി വെച്ചു. ഇനി ചെയ്യേണ്ടത് റോ നമ്പർ 11 4 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1, 2, 3 പിന്നെ 4. അപ്പം 4 സിംഗിൾ ക്രോഷ്യ കൊടുത്തു കണ്ടോ. ഇനി ചെയ്യേണ്ടത് ഡിക്രീസ് ആണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യാൻ അറിയുമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതിൻ്റെ ഇങ്ങനെ എടുത്തു. ഇനി വീണ്ടും ഫ്രണ്ട് ലൂപ്പ് കണ്ടോ. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഒരു വി പോലെ കാണും. ഇത് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്. ഫ്രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ 3 ലൂപ്പായി. ഇനി 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുക്കാം. അപ്പോൾ ഡിക്രീസ് ചെയ്തു. ഇനി വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ്. അപ്പോൾ 1, 2, 3 പിന്നെ 4 വീണ്ടും ഡിക്രീസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു വലിച്ചു, ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു വലിച്ചു, 3 ലൂപ്പ് വന്നു, 3ൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റോ നമ്പർ 11 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 4 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കുക ചെയ്ത കേട്ടോ റോ നമ്പർ 11. ഇനി 12 ചെയ്യേണ്ടത് എല്ലായിടത്തും എല്ലാ സ്റ്റിച്ചിൻ്റെ മുകളിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്തു പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെയാണ്. ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ ഊരി ഇവിടെ വയ്ക്കുവാണ്. ഇവിടെ വെച്ചു. ഇനി എല്ലായിടത്തും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് വരാം കേട്ടോ, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നോക്കൂ, റോ നമ്പർ 12 നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റോ നമ്പർ 13 വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അപ്പോൾ ഇനി ഇത് ഊരിയിട്ട് ഇവിടേക്ക് കയറ്റി വയ്ക്കാം, ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് കയറ്റി വയ്ക്കാം. കണ്ടോ, ഇവിടെ കയറ്റി വെച്ചു. ഇനി ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തല്ലോ. ഈ 2 എണ്ണം കൂടി ഉണ്ട്. 1, 2 ഇവിടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഡിക്രീസ് ആണ്. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. ഇതിൽ കൂടെ പുള്ളി ചെയ്തെടുത്തു, ഇതിൽ കൂടെ പുള്ളി ചെയ്തെടുത്തു, 3ൻ്റെ ഉള്ളിൽ കൂടെ പുള്ളി ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ്. എന്താ അപ്പോൾ ഈ റോയിൽ ഇനി ഒരു ഡിക്രീസും കൂടി കൊടുത്താൽ കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഈ റോ കഴിഞ്ഞു. അപ്പോൾ റോ നമ്പർ 13 ആണല്ലോ നമ്മൾ ചെയ്തത്. ഇനി റോ നമ്പർ 14 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടേക്ക് കയറ്റി വെക്കാം. ഇപ്പോൾ തന്നെ ചെയ്തത് 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ആണ്. ഇനി 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അപ്പം
ഇവിടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, ഡിക്രീസ് 1, ഇതിൽ കൂടെ വലിച്ചെടുത്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇനി ഈ റോ കംപ്ലീറ്റ് ആക്കുന്നവരെ ഇവിടെ വരെ 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ ശരിക്കും ഡക്കിൻ്റെ അടിഭാഗം പോലെ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നാട്ടോ, നല്ല ഭംഗിയാട്ടോ, നല്ല ക്യൂട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുവാണെങ്കിൽ ബിഗിനേഴ്സ് ട്രൈ ചെയ്യേണ്ട ഒരു ട്യൂട്ടോറിയൽ ആട്ടോ അത്. അപ്പോൾ ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. ഇതപ്പോൾ കണ്ടോ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി റോ നമ്പർ 15 എല്ലായിടത്തും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ബോഡിയുടെ വർക്ക് അവസാനിപ്പിക്കാം. ഇതിങ്ങോട്ടേക്ക് സ്റ്റിച്ച് മാർക്കർ ഊരി മാറ്റി വെച്ചു. ഇനി ഇവിടെ എല്ലായിടത്തും ഓരോ സിംഗിൾ ക്രോഷ്യ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിലും 2 ഹെഡ് ചെയ്ത് തുടങ്ങാൻ പോവാം നമ്മൾ. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അതിന് മുൻപുണ്ടല്ലോ ഹോൾ ഇത്രയും ചെറുതായി, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫൈബർ ഫില്ല് ചെയ്യാം കേട്ടോ. ഞാൻ ഫൈബർ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ ഫുള്ള് ഫൈബർ വെച്ചിട്ട് വന്നു കേട്ടോ. കണ്ടോ ഫൈബർ വെച്ചു. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ഇതിൽ ചെയ്തു പോകണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്തു, ഇനി എടുത്തത് അങ്ങനെ മൊത്തം എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1, പിന്നെ ഇവിടെ 2 രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതിൽ ഫുള്ള് ചെയ്തിട്ട് തിരിച്ചു വരാം. അതിന് കണ്ടോ ഇപ്പം നമ്മൾ എല്ലാത്തിലും ഓരോ 2 സിംഗിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചിൽ വെച്ച് കൊടുത്തിട്ട് വന്നു. അപ്പോൾ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഹെഡ് പോലെ ഇങ്ങനെ ഡെവലപ്പ് ആയി വരും. സ്റ്റിച്ച് മാർക്കർ ഇവിടെ വെച്ചു. ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് റോ നമ്പർ 18 ആയിരിക്കും. റോയിൽ ചെയ്യേണ്ടത് 3 സിംഗിൾ ക്രോഷ്യയും പിന്നെ ഒരു ഇൻക്രീസും. അപ്പം 1, 2, 3 പിന്നെ ഇൻക്രീസ് ആണ്. അപ്പോൾ 1 പിന്നെ 2 സെയിം സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം കൊടുത്തു, 2 സിംഗിൾ ക്രോഷ്യ. ഇനി റോ കംപ്ലീറ്റ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ പറ്റില്ല എളുപ്പത്തിന്. അത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഹുക്ക് വയ്ക്കുമ്പോൾ അതൊരു ഇതിൽ കൂടെ അങ്ങ് കയറി പോകാം, സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ കൂടെ അങ്ങ് കയറി പോകാം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാം കേട്ടോ. അല്ലാതെ സ്റ്റിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഷെനലിയാണ് വെച്ചിട്ട് ഇപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തു. ഇനി 3ാമത്തെ സ്റ്റിച്ച്. ഇനി വരുന്നത് ഇൻക്രീസ് ആട്ടോ. അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് 2 എണ്ണം കണ്ടോ. നിങ്ങൾ കയറുന്നില്ല ചിലയിടത്തൊക്കെ. ഇൻക്രീസ് കൊടുക്കുമ്പോൾ ഇച്ചിരി ടൈറ്റ് ആവും. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം കൊടുക്കുമ്പോൾ. അപ്പോൾ 2 എണ്ണം കൊടുത്തു, ഇവിടെ ഇൻക്രീസ് കൊടുത്തു. ഇനി വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ്. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ റോയും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റോയിൽ വരുമ്പം 4 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് കേട്ടോ. അപ്പം 1, 2, ആദ്യത്തെ സ്റ്റിച്ചിൽ വയ്ക്കാം. ഇനി 3, 4 ഫോർത്ത് സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് 1, 2. അതുപോലെ ഈ റോങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതപ്പോൾ നമ്മൾ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഇനി അടുത്ത റോയിൽ ഇപ്പം നമ്മൾ ചെയ്തത് റോ നമ്പർ 19 ആണ്. 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇനി 20, 21, 22, 23 4 റോ നമ്മൾ വെറുതെ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകും. ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല കേട്ടോ. ഇതപ്പോൾ നോക്കൂ, ഇവിടുത്തെ റോയിൽ ഇവിടെ നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ഇവിടെ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. പിന്നെ 4 റോയിൽ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പറഞ്ഞെങ്കിലും ഞാൻ 3 റോയിലാട്ടോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഹെഡിൻ്റെ സൈസ് അത്യാവശ്യം ആയി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇനി ഡിക്രീസ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഐസ് ഫിക്സ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഐസ് ഫിക്സ് ചെയ്ത് കാണിക്കാം. ഇതാ അപ്പോൾ നോക്കി, ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഐ ഫിക്സ് ചെയ്യാം കേട്ടോ. ഒരു ഐ ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ കണ്ടോ അതിൻ്റെ ഈ പ്രസ് ചെയ്തത് ലോക്ക് ചെയ്യാം. ഇനി ഐ തമ്മിൽ ഒരു 5 സ്റ്റിച്ച് വ്യത്യാസം വേണം കേട്ടോ. 4 5 എണ്ണം. അപ്പോൾ 1, 2, 3, 4, 5 5 സ്റ്റിച്ച് വ്യത്യാസത്തിന് അതാ ഇവിടെ ഐ ഫിക്സ് ചെയ്തു. കണ്ടോ. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇത് വെച്ച് ടൈറ്റ് ആക്കാം കേട്ടോ. കണ്ടോ 2 കണ്ണും വെച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അടുത്ത റോയിൽ നമ്മൾ ഡിക്രീസ് കൊടുക്കുവാണേ. അപ്പോൾ 4 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കാം കേട്ടോ. അപ്പം 1 സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. അപ്പോൾ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് 1. ഇനി വരുന്നത് ഡിക്രീസ് ആട്ടോ.
സ്റ്റിച്ച് മാർക്ക് ഇവിടെ ഇരിക്കും കേട്ടോ, ഞാനത് അന്വേഷിച്ച് കിടന്നു. ഓക്കെ, ഇനി വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് കേട്ടോ. 1 2 3 4 പിന്നെ ഡിക്രീസ്. 1 2 ഇവിടെ 3 ഒന്നിച്ച് വലിച്ചു. അപ്പോൾ ഡിക്രീസ്. ഇനി ഈ റോ ഡിക്രീസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതാ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് കേട്ടോ നെക്സ്റ്റ് റോയിൽ. അപ്പോൾ അത് ഇപ്പോൾ ഈ 4 എണ്ണം പിന്നെ ഡിക്രീസ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. 1 2 3 പിന്നെ ഡിക്രീസ് കേട്ടോ. അപ്പോൾ ഇവിടെ 1 പിന്നെ ഇവിടെ ഇതിൽ കൂടെ വലിച്ചു ഡിക്രീസ്. അപ്പം ചെയ്യേണ്ടത് 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഡിക്രീസ്. ഇതാ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റോയിൽ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് കേട്ടോ. 1 2 പിന്നെ ഡിക്രീസ്. 1 2 സോറി 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഈ റോയിൽ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഇതാ, ഇനിയിപ്പോൾ അടുത്ത റോയിൽ വരുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം, പിന്നെ ഒരു ഡിക്രീസ് ചെയ്യണം കേട്ടോ. അപ്പം 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ വരുമ്പം ഡിക്രീസ്. ലാസ്റ്റ് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഡിക്രീസിൻ്റെ ഉള്ളിൽ കൂടെ അത് കയറ്റാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഒരു ഡിക്രീസ് ചെയ്തു. അതുപോലെ 1 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു യാൺ തീർന്നു കേട്ടോ. 100 ഗ്രാമിൻ്റെ ഒരെണ്ണം തീർന്നു. ഇനി അടുത്തത് എടുക്കണം. ഇതാ കണ്ടോ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇത്രയും ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിൽ പോളി ഫൈബർ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് യാൺ കട്ട് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ നീഡിൽ വെച്ചിട്ടാട്ടോ ഇത് ക്ലോസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ യാൺ ഫില്ല് ചെയ്യാം, ഫൈബർ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ലോണം ഇത് വെച്ച് നിറച്ചു കേട്ടോ, ഫൈബർ വെച്ച് നിറച്ചു. ഇനി നമ്മൾ ഒരു നീഡിലെടുക്കാം, കയ്യിൽ ഫുൾ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ വലിച്ച് ലോക്ക് ചെയ്യാം കേട്ടോ ഇവിടെ ഒന്ന്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തുള്ള സ്റ്റിച്ചുകളില്ലേ, അതിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് പോവുക. എന്താ, അപ്പോൾ അങ്ങനെ വലിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഓരോ സ്റ്റിച്ചിൻ്റെയും ഔട്ടർ സർക്കിളിലുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് പോകാം. അതിനായിരിക്കും നമ്മൾ ഡിക്രീസ് കൊടുത്ത് അവസാനിപ്പിക്കുന്നതിനേക്കാളും ഫിനിഷിങ് ഇങ്ങനെ ചെയ്യുന്നതിനായിരിക്കും കേട്ടോ. കണ്ടോ, അപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആയി. ഇനി ഒരു റോയും കൂടി ഉണ്ട്, അതിനും കൂടി ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. കണ്ടോ, അപ്പോൾ അത് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോകണം. ഇതിൽ കൂടെ വന്നിട്ട്, കാരണം ഫേസിനൊരു ഷേപ്പ് കൊടുക്കാനാട്ടോ, കണ്ണിൻ്റെ ഈ സൈഡിൽ കൂടെ എടുക്കാം. താഴേക്ക് വരാം. എന്നിട്ടൊന്ന് വലിക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ താന്ന് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഇതിൽ കൂടെ പോയിട്ട് ഇതിൽ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തയ്ക്കാം. തയ്ച്ചിങ്ങനെ വരുമ്പം ഫേസ് ഒന്ന് കണ്ണിൻ്റെ സൈഡൊന്ന് ടൈറ്റായിട്ട് കിട്ടും. ഇവിടെ കുറച്ചുകൂടി ഒന്നാവാനുണ്ട്. ഇതൊക്കെ ഇതിനൊന്നും അങ്ങനെ ഒരു കൃത്യമായ നിയമമൊന്നുമില്ല കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യാവോ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. നമുക്കിനി ഇവിടെ ചുണ്ട് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബീക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടു, ഇവിടെ ഒരു താടിയുടെ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചിങ്ങനെ ചെയ്തപ്പോൾ കണ്ടു.
പിന്നെ നമുക്ക് കണ്ണിന് ഇവിടെയൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കണ്ണിൻ്റെ ലെവൽ വലിച്ചപ്പോൾ ഒരല്പം വ്യത്യാസം വന്നപ്പോൾ അത് വലിച്ചിങ്ങനെ കറക്റ്റാക്കാം. ഓക്കെ, ഇതപ്പോൾ കണ്ടോ, നമ്മളിതിൻ്റെ ബോഡി ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ചെയ്യേണ്ടത് 2 ചിറക്ക്, 2 കാല്, പിന്നെ അതിൻ്റെ ഈ ചുണ്ട് ഭാഗം, ഇത്ര ആട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വിങ്സ് ആട്ടോ, ഡക്കിൻ്റെ വിങ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കാം. എന്നിട്ട് മാജിക് റിങ് ഉണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാനൊരു ചെയിൻ ആട്ടോ ഇട്ടത്. ഇനി 4 സിംഗിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. അപ്പോൾ 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ കൊടുത്തു മാജിക് റിങ്ങിലേക്ക്. ഇനി ഇത് ഇവിടെ വലിക്കാം, വലിച്ച് ടൈറ്റാക്കാം കേട്ടോ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഞാൻ യാണിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയില്ലേ, നമ്മൾ 4 ഇത് കൊടുത്തു, സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഓരോ സിംഗിൾ ക്രോഷ്യയിൽ ഇൻക്രീസ് കൊടുക്കാം. അപ്പം ഇവിടെ നമുക്കൊരു യാൺ വെച്ചു ഞാൻ സ്റ്റിച്ച് മാർക്കറായിട്ട്. ഇനി ഇൻക്രീസ് കൊടുക്കുവാണേ. ഒരെണ്ണം ഞാൻ കൊടുത്തു ഒരു സ്റ്റിച്ചിൽ, ഇനി അടുത്തതും അതേ സ്റ്റിച്ചിൽ തന്നെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇത് രണ്ടാമത്തെ, അവിടേക്ക് 2 ഇൻക്രീസ് കൊടുക്കാം. ഒരു ഇൻക്രീസ് എന്ന് വെച്ചാൽ 2 സ്റ്റിച്ച്, 1 2 ഇവിടെ കൊടുത്തു. ഇനി ഇതാ ഇവിടെ 1 2, ഇനി ഇതാ ഇവിടെ 1 2, 4 ഇൻക്രീസ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വളയ്ക്കാം കേട്ടോ, ഈ ഡയറക്ഷനിലേക്ക്. ഇതാ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കണം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നോക്ക്, ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചു, ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇനി ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ്. അപ്പം ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അടുത്തതിൽ ഇൻക്രീസ് 2 കേട്ടോ, 2 സ്റ്റിച്ച് ഒരെണ്ണത്തിൽ തന്നെ കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അത് ഇങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങോട്ട് വളഞ്ഞു വരാൻ അതിനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇൻക്രീസാണ് കൊടുത്തത്. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, അടുത്തതിൽ ഇൻക്രീസ് കൊടുക്കാം. 1 2, ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ് 1 2. ഇതാ നോക്ക്, ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, അടുത്തതിൽ ഒരു ഇൻക്രീസ് കൊടുക്കാം. 1 2. ഓക്കെ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ചെയ്യേണ്ടത് റോ നമ്പർ 4ൽ ഓരോ സ്റ്റിച്ച് കൊടുക്കാം നമുക്ക്. ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ഊരിയിട്ട് ഇവിടെ വയ്ക്കാം. ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല കേട്ടോ. ഈ റോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ അപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ലാത്ത റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് റോ നമ്പർ 5 ആണ്. അതിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഇൻക്രീസ് കൊടുക്കും. അപ്പോൾ 1 രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ, ഇനി മൂന്നാമത്തേൽ വരുമ്പോൾ ഇൻക്രീസ് ആണ്. അപ്പോൾ 1 2, ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ് 1 2. അങ്ങനെ ഈ റോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്. ഇതാ അപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ നമ്മൾ. ഇനി അടുത്ത റോയിൽ വരുമ്പം ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്തു പോവാം. അപ്പോൾ അത് റോ നമ്പർ 6 ആട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യണത്. ഇതിൽ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ചെയ്തു പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റോ കഴിയുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ റോ നമ്പർ 6 കംപ്ലീറ്റ് ചെയ്തു. എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് റോ നമ്പർ 7ൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് ആട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് 1
ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇവിടെ സെക്കൻഡ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ. അടുത്തതിൽ വരുമ്പോൾ ഡിക്രീസ്. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ വലിച്ചു, ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ വലിച്ചു, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചപ്പം ഡിക്രീസായി. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് കേട്ടോ. അപ്പോൾ ഇവിടെയല്ല ചെയ്തേ, ഇപ്പോൾ ഇവിടെ ചെയ്ത. ഇനി അടുത്ത സ്റ്റിച്ച് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇതപ്പോൾ നോക്കൂ, ഞാൻ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് എന്നുള്ള റോ കംപ്ലീറ്റ് ചെയ്തു. അത് റോ നമ്പർ 7 ആയിരുന്നേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് റോ നമ്പർ 8 ആണ്. അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ ഡിക്രീസ്. ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. കണ്ടോ, സോറി കഴിഞ്ഞു പോയി. ഡിക്രീസാണ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിറകിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണത്തിൻ്റെ. കണ്ടോ, ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കണം കേട്ടോ. അതിന് മുന്നേ ഇതിൻ്റെ ടെയിലെൻ്റെ ഇച്ചിരി നീളത്തിലിടണേ. കാരണം നമുക്കിത് വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് തയ്ച്ച് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഒരു ചേർന്നിരിക്കാൻ വേണ്ടി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതങ്ങ് ഒരേ ലെവലിലങ്ങ് ഇരിക്കും. എന്നിട്ട് ഇതിനങ്ങ് വലിച്ചെടുത്ത് മുറുക്കി കഴിഞ്ഞാൽ അതവിടെ സെക്യൂറായിട്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫോമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനൊരു ഷേപ്പ് ഉണ്ടല്ലോ, ഇനി ഫോമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതുപോലെ ഒരു ചിറകും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഇതപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ 2 ഇതിൻ്റെ ചിറകും പിന്നെ ബോഡി ഉണ്ടാക്കി, പിന്നെ ഇതിൻ്റെ ഒരു കാലുണ്ടാക്കി കേട്ടോ. ഇതെങ്ങനെയാണ്, കാലെങ്ങനെയാണ്, ഫീറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അതിനാദ്യം തന്നെ ഞാനിതൊരു മസ്റ്റാർഡ് യെല്ലോ കളറിയാണ് എടുത്തേക്കണേ. അപ്പോൾ എന്നിട്ട് മാജിക് റിങ് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഇതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു ചെയിൻ പോലെ ഇട്ടു. എന്നിട്ട് 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 ഉണ്ടോ, 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇത് വലിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. സൂക്ഷിച്ച് വലിക്കണേ, അതല്ലെങ്കിൽ ഇത് പൊട്ടും. പൊട്ടിയാൽ പിന്നെ ഇതിൻ്റെ ഈ തരിതുവരി പോലെയുള്ളതൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കും കേട്ടോ. അപ്പം ഇനി ചെയ്യേണ്ടത് ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ. ഇനി നമ്മൾ എല്ലാത്തിലും ഇതുവരെ ചെയ്ത പോലെ എല്ലാത്തിലും നമ്മൾ ഇൻക്രീസ് ചെയ്യില്ല. ഇനി 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഇൻക്രീസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ് 1 2. ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് ഇൻക്രീസ് 1 2. ഇനി അടുത്തതിൽ 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, പിന്നെ അടുത്തത് വരുമ്പം ഇൻക്രീസ് ഇട്ടോ. അപ്പോൾ 1 2. കണ്ടോ, ഇപ്പോൾ ഈ റോ അവസാനിച്ചു. ഇനി അടുത്തതിൽ വരുമ്പം 3 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കാം കേട്ടോ. ഈ ചെയ്ത പോലെ തന്നെ 1 2 3, പിന്നെ ഇൻക്രീസ്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത റോ വരുമ്പം 4 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഇൻക്രീസ് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് മാർക്കർ വെക്കണേ എന്തായാലും. ഞാൻ നൂല വെച്ചേക്കണേ. 2
3 4 ഇനി ഇൻക്രീസ് 1 സെയിം സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ രണ്ടാമത്തത്. ഓക്കെ, അങ്ങനെ 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഈ സ്റ്റിച്ച് മാർക്കർ എടുത്ത് മുകളിലോട്ട് വെച്ചു. ഇനി ചെയ്യേണ്ടത് 5 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് കേട്ടോ. 1 2 3 4 5. അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ്, ഒരെണ്ണത്തിൽ തന്നെ രണ്ടെണ്ണം കേട്ടോ, 2 സ്റ്റിച്ച് 2. അങ്ങനെ ഈ ഷെനിലിയാൻ വെച്ചിട്ടാട്ടോ ഇത് ചെയ്യണത്. നിങ്ങളിങ്ങനെ അമികുറുമിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ, എനിക്ക് മറ്റ് സൈറ്റുകളെ പറ്റി പറഞ്ഞു തരാൻ അറിയില്ല. മാജിക് നീഡിലാണെങ്കിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നൊരു സൈറ്റാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഒന്നുകിൽ ബൾക്കി ഷെനിലിയാൻ വാങ്ങിക്കാം ഇതുപോലത്തെ സോഫ്റ്റ് പ്ലഷി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അരാൻ ഷെനിലിയാനുണ്ട്, അത് ഇതിനേലും ഇച്ചിരി കൂടി കട്ടി കുറവായിരിക്കും, അത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 5 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. എന്താ അപ്പോൾ 6 റോയും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 6th റോ ആണ്. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. സെക്കൻഡ് വൺ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വൺ, അഞ്ചാമത്തത്, ഇനി ആറാമത്തത്. ഇനി 6 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി ഇൻക്രീസ് അടുത്തതിൽ വരുമ്പം 1 2. ഇപ്പോൾ ഒരു കാലിൻ്റെ ഒരു ഷേപ്പ് ഡെവലപ്പായി വരുന്നുണ്ടോ, കോൺ പോലെ. അപ്പോൾ അതുപോലെ ഇനി 6 സിംഗിൾ ക്രോഷ്യം, ഒരു ഇൻക്രീസും കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ 6 റോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 6th റോ. അപ്പോൾ ഞാനിത് മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു യാണില്ലേ ടൈലൻഡ്, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിന് ഒരു ആർച്ച് ഷേപ്പിലുണ്ടാവുമല്ലോ കാലിന്, അത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ എവിടെയാണോ സ്റ്റിച്ച് വന്ന് നിൽക്കുന്നത് അത് ഈ സൈഡിലേക്ക് ആക്കാം, റൈറ്റ് സൈഡിലേക്ക്. എന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് 2 സൈഡും കൂട്ടി പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് വിട്ടിട്ടതാ ഇവിടെ ഈ ഒരു സ്റ്റിച്ചില്ലേ രണ്ടാമത്തെ അവിടേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ 2 സൈഡിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വലിച്ചെടുക്കാം. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഇനി അടുത്തത് ഇപ്പോൾ ഈ ചെയ്ത ഈ സ്റ്റിച്ചില്ലേ ഇതിലേക്ക് തന്നെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, ഇനി വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിലേക്ക്. അപ്പോൾ ഒരു ആർച്ച് ഡെവലപ്പ് ആവും, കണ്ടോ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇനി വരുന്ന 2 സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ. 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, കണ്ടോ. ഇനി ചെയ്യേണ്ടത് ഈ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ഒരെണ്ണം വിട്ടിട്ട് ഈ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, നമ്മൾ ആർച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഒരു ട്രിപ്പിൾ കൊടുക്കണം. വലിച്ചെടുത്തു, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്തു, ഡബിൾ ക്രോഷ്യ കൊടുക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇനി ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ, 1 2. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒരു സ്റ്റിച്ച് വിടണം, ഈ സ്റ്റിച്ച് വിടണം. അതിൻ്റെ ഇപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് യാൺ ഓവർ ചെയ്തു, ഒരു ഡബിൾ ക്രോഷ്യ, 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, സെയിം സ്റ്റിച്ചിലേക്ക് ട്രിപ്പിൾ. ഇനി ചെയ്യേണ്ടത് ഒരു ഡബിൾ കൊടുക്കുക സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ, കണ്ടോ. ഇനി ഇവിടെ ഒരു ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കണ്ടോ, ഈ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് വലിച്ചെടുക്കാം. എന്നിട്ട് ഇത് യാണിൻ്റെ ടെയിൽ ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്തിട്ട് വലിച്ചെടുക്കണം, കണ്ടോ. അപ്പം കാല് വർക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി ചെയ്യേണ്ടത് ബീക്കാട്ടോ, അതിൻ്റെ ചുണ്ടാണ് തയ്ക്കേണ്ടത്. കണ്ടോ 2 കാലായി. ഇനി ചുണ്ട് തയ്ക്കാം. അപ്പോൾ അതാ നോക്ക്, ബീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോട്ട് ഇടുവാണ്, സ്ലിപ്പ് നോട്ട്. എന്നിട്ട് ഒരു 17 ചെയിൻ എടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കോ, 1 2 3 4 5 അങ്ങനെ 17 ചെയിൻ ഇടാം കേട്ടോ. ഇതാ ഇപ്പം 17 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ, അറ്റം വരെ. ഇതാ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ കൊടുത്തു പോവാം.
ഓക്കെ, അറ്റത്തെ സ്റ്റിച്ച് വരെ അങ്ങനെ കൊടുത്തു പോകാം കേട്ടോ. ഇതാ അപ്പോൾ കണ്ടോ, നമ്മൾ ഈ അറ്റം വരെ ഇത് ചെയ്തു കേട്ടോ, സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ട് വീണ്ടും ഓരോ റോ സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, ഇത്രയും മതി കേട്ടോ. ഈ ഒരു റോയും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നടുഭാഗത്താവുമ്പോൾ നമ്മളൊരു ഡിക്രീസ് കൊടുക്കണം. ഏകദേശം ഒരു 17 എണ്ണം ഇട്ടത്, ഒരു 8 സ്റ്റിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 4 എണ്ണം കഴിഞ്ഞു, 5ാമത്തെ സ്റ്റിച്ചായി. അത് ചുണ്ടിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഡിക്രീസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തതിൽ വരുമ്പോൾ നമുക്കൊരു ഡിക്രീസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ യാൺ ഓവർ ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. ഓക്കെ, ഇനി വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം. അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകാം കേട്ടോ. ഇതാ ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു കണ്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇവിടേക്ക് ഇങ്ങനെ ചരിവ് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ബീക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു അറ്റത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വീതി കുറഞ്ഞിട്ട് വരും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കൊന്ന് തയ്ക്കാനുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ കട്ട് ചെയ്തു. ഇനി ഇതിനെ നമ്മൾ നീഡിൽ വെച്ചിട്ടാട്ടോ തയ്ച്ച് ചേർക്കുന്നത്. ഈ 2 സൈഡും നമുക്ക് തയ്ച്ച് ചേർക്കണം, പിന്നെ ഈ 2 സൈഡും തയ്ക്കണം. അത് കാണിച്ചു തരാം. ഇതപ്പോൾ നമ്മൾ ഇതിനെ ഈ ലൂപ്പിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് ടൈറ്റ് ആക്കാം കേട്ടോ. ആദ്യം ഇതാ ഇങ്ങനെ ടൈറ്റാക്കി. അപ്പോൾ എന്നിട്ട് ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. ഇതാ ഇനി ചെയ്യേണ്ടത് ഇതിന് ഇവിടെ ഈ 2 സൈഡിനെയും തയ്ച്ച് ചേർക്കാം കേട്ടോ. ഇതാ ഈ 2 സൈഡ്. ഇതുണ്ട് ഇങ്ങനെ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തയ്ച്ചു. ഓക്കെ, അപ്പോൾ സൈഡ് സെക്യൂർ ആക്കി നമ്മൾ. ഇനി ഇതാണല്ലോ ചുണ്ടിൻ്റെ തുമ്പ് ഭാഗം, ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ഇത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം, തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇതാ ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ആക്കരുത് അവിടെ, അപ്പോൾ ഷേപ്പ് പോകും. നമ്മുടെ ലൂസായിട്ട് തയ്ക്കാം. കണ്ടോ, അതിങ്ങനെ ഷേപ്പായില്ലേ, ബീക്കിൻ്റെ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോട്ടെ കേട്ടോ. അത് എന്നിട്ടത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അത് കണ്ടോ, സോറി, ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല കോമ്പാക്റ്റായിട്ട് ഭംഗിയിൽ തയ്ക്കണേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി അറ്റാച്ച് ചെയ്യല കേട്ടോ. എല്ലാതും ഈ 2 വിങ്സും പിന്നെ ചുണ്ടും കാലും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഓരോന്നും അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയണില്ല. ഇതിന് മുൻപത്തെ അമിഗുറുമി വീഡിയോസിൽ ഓരോന്നും അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് റഫായിട്ട് ഇതാ ഇതിൽ നോക്കിയാൽ ഒരു റഫ് ഐഡിയ കിട്ടും ഓരോന്ന് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. സിമ്പിളായിട്ട് അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതപ്പോൾ കണ്ടോ, നമ്മുടെ ഡക്കിൻ്റെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ. എനിക്ക് അമിഗുറുമി ഡോൾസിലെ പ്ലഷീസിലെ ഏറ്റവും ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തേക്കുന്നത് ഈ ഡക്കാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്രയാണോ വട്ടം ലെങ്ത്ത് വേണ്ടത് അത്രയും ചെയിൻ ഇടുക. എന്നിട്ട് ചെയിനിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു 3 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ലെഫ്റ്റ് അറ്റത്തുനിന്ന് വരെ ഡബിൾ ക്രോഷ്യ കൊടുത്ത് പോവുക. എന്നിട്ട് വീണ്ടും 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ 3 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ചെയ്തിട്ട് ടേൺ ചെയ്യുക. പിന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. 3 സിംഗിൾ ക്രോഷ്യ, 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ അറ്റത്തുനിന്ന് വരെ ഒരു 6 സ്റ്റിച്ച് ബാക്കി വരുന്നവരെ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോവാം. പിന്നെ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ 3 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ അത് എൻഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഈ ബോ ഉണ്ടാക്കണത്. ബോ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒത്തിരി ലെങ്തി ആയിട്ട് അത് കാണിക്കാതിരുന്നത് കണ്ടോ. അപ്പോൾ ബോയും കൂടി ഉള്ളതായിരിക്കും ഭംഗി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ട്യൂട്ടോറിയലിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്രോഷ്യ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. താങ്ക്